ഗുഡ് ഈവനിംഗ്, നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തതും അതിൽ നിന്ന് യു ടേൺ അടിച്ചതുമായ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതായത് പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് കീഴിലെ വിവിധ വകുപ്പുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാൻ ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുയർത്തുകയും അതിനെ തുടർന്ന് ഈ വിഷയത്തിൽ നിന്ന് ഈ തീരുമാനത്തിൽ നിന്ന് കേന്ദ്രത്തിന് പിന്നോട്ട് പോവുകയും ചെയ്യേണ്ടി വന്നു. അത് പ്രതിപക്ഷം മാത്രമല്ല, സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ്, വിയോജിപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അജിംസ്, അതായത് പ്രതിപക്ഷത്തിൻ്റെ വീര്യം കൂടിയതിൻ്റെയും മോദി പ്രഭാവം മങ്ങിയതിൻ്റെയും ഒരു റിസൾട്ടായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ? മോദി പ്രഭാവം മങ്ങുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സർക്കാരിനെ പറ്റിയുള്ള എൻ്റെ പ്രത്യേകത ഒരു കൂട്ടുകക്ഷി സർക്കാരാണ്. നേരത്തെ അത് അബ്സല്യൂട്ട് മജോറിറ്റി ഉണ്ടായിരുന്ന ഒരു രണ്ട് സർക്കാരുകളാണ് 2014-ലും 2019-ലും പോയത്. അപ്പോൾ 2018 ഒരു തവണ ഈ പറയുന്ന ലാറ്ററൽ എൻട്രി സിസ്റ്റം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ അതിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് ഉയർന്ന പോലെ വിമർശനമല്ല. അന്ന് ഒപ്പോസിഷൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിന് അത്ര ശക്തി പോരായിരുന്നു, അത് കേൾക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുറി ഈ രണ്ടാമത് ഇത് ആവർത്തിക്കുമ്പോൾ ആരൊക്കെയാണ് അതിശക്തമായി പ്രതികരിച്ചിരുന്നു പ്രതിപക്ഷ കക്ഷികൾ? അത് രാഹുൽ ഗാന്ധി ആവട്ടെ, മല്ലികാർജ്ജുൻ ഖർഗെ ആവട്ടെ, DMK നേതാവ് MK സ്റ്റാലിൻ ആവട്ടെ, അങ്ങനെ വ്യത്യസ്ത ഇന്ത്യ മുന്നണി കക്ഷികൾ അതിരൂക്ഷമായി ഈ ഭാഷയിൽ ഇതിനെ വിമർശിച്ചു. കാരണം ഒന്നാമത്തെ ഒരു ഉദാഹരണം അവരുടെ മുമ്പിലുണ്ട്. ആരെയൊക്കെയാണ് എടുത്തത്, അവരെന്തിനു വേണ്ടിയാണ് എടുത്തതെന്നുള്ളത്. കാരണം ഈ ലാറ്ററൽ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രൊപ്പോണൻസ്, അതിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ധാരാളം എക്സ്പേർട്ട് പൂളുണ്ട്, വിവിധ രംഗങ്ങളിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ എന്തുകൊണ്ട് ഗവേണൻസിലേക്ക് കൊണ്ടുവന്നുകൂടാ, സർക്കാർ ഭരണത്തിൻ്റെ മേന്മ വർദ്ധിപ്പിച്ചുകൂടാ എന്നാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം. അതിനുവേണ്ടി നെടുനെടുങ്കൻ ലേഖനങ്ങൾ എഴുതുന്ന ആളുണ്ട്. അപ്പോൾ അത് നല്ലതല്ലേ എന്നുള്ള രീതിയിലാണ് അവരത് പറയുക. പ്രത്യേകിച്ചും ഈ പറയുന്ന ബ്യൂറോക്രാറ്റുകൾ, മുൻ ബ്യൂറോക്രാറ്റുകൾ അതിനെ പിന്തുണയ്ക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, ഇവരെ കോൺട്രാക്ട് ബേസിലാണ് എടുക്കുന്നത്. അതായത് ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ ഉള്ള ഡയറക്ടർമാർ മുതലുള്ള തസ്തികകളിലേക്കാണ് ഇവരെടുക്കുക. അപ്പോൾ നോക്കുക, ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പളം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപ ആണ് ശമ്പളം. 1.5 ലക്ഷം രൂപ ശമ്പളം. അപ്പോൾ ഇവർ പറയുന്നത് വലിയ എക്സ്പെർട്ടൈസുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുകയാണ്, അവരെ കരാറടിസ്ഥാനത്തിൽ സർക്കാർ സർവീസിലേക്ക് കൊണ്ടുവരുന്നത് സർക്കാർ ഭരണത്തിൻ്റെ മേന്മ കൂട്ടുമെന്നാണ്. ആരാണ് ഈ 1.5 ലക്ഷം രൂപ ശമ്പളത്തിന് അത്ര എക്സ്പെർട്ടൈസുള്ള ഒരാൾ ഈ സർക്കാർ സർവീസിൽ വരും? അതും കരാറടിസ്ഥാനത്തിൽ എന്തിനു വരണം? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം കരിയറിനേക്കാൾ ഉപരി രാഷ്ട്രസേവനം, ഒരു 3 വർഷം രാഷ്ട്രസേവനം നടത്തിക്കളയാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അതിലേക്ക് വരൂ. രാജ്യമാണ്, നേഷൻ ഫസ്റ്റ്, അപ്പോൾ നമ്മുടെ ഭരണം നന്നായി കളയാം എന്ന് വിചാരിച്ച് വോളണ്ടറിലി വലിയ ശമ്പളമുള്ള ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ. അങ്ങനെ ആരാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംശയം. ആരും വരില്ല, കാരണം അതിലും കൂടുതൽ ശമ്പളം അവർക്ക് ആ എക്സ്പെർട്ടൈസ് വെച്ച് ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലോ കിട്ടും. ഇപ്പോൾ ഞാൻ ഒരാളുടെ ഒരു പോർട്ട്ഫോളിയോ നോക്കി. അയാൾ വിവിധ രാജ്യങ്ങളിൽ, അതായത് 2018 തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. വിവിധ രാജ്യങ്ങളിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ പവർ ഗ്രിഡ് സിസ്റ്റം, അതുപോലെ ഈ പറയുന്ന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, ഇതിനെക്കുറിച്ച് ഈ മേഖലയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അതും വിവിധ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, യൂറോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഇതിലേക്ക് എടുത്തിക്കുകയാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് ഊർജ്ജ വകുപ്പിൽ. അയാളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച് തന്നെ അയാൾക്ക് വിദേശത്ത് വലിയ ശമ്പളം കിട്ടുന്ന പോർട്ട്ഫോളിയോസ് അയാൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അയാൾ എന്തിനായിരിക്കും ഇതിലേക്ക് വരിക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഒരു പൊളിറ്റിക്കൽ ലീനിയേജ് എങ്ങോട്ടാണെന്ന് കഴിഞ്ഞാൽ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇവർ ഹാൻഡ് പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഹാൻഡ് പിക്ക് ചെയ്ത് ചില പൊസിഷനിൽ ഇരുത്തുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതിന് അവർ ഒരു ന്യായീകരണമായിട്ട് പറയുന്നത്, മുമ്പ് ഇങ്ങനെ ഒരു ശുപാർശ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ, വീരപ്പ മൊയ്ലി അധ്യക്ഷനായ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് UPA സർക്കാരിൻ്റെ കാലത്താണ് വീരപ്പ മൊയ്ലി അങ്ങനെ ശുപാർശ വെച്ചത്. അതായത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് മുമ്പും UPA സർക്കാർ ചെയ്തതാണല്ലോ, ഞങ്ങൾ ചെയ്തെന്താ കുഴപ്പമെന്നാണ് അവരുടെ ഒരു ന്യായീകരണം. ഇപ്പോൾ പോലും അശ്വിനി വൈഷ്ണവ് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത് ഞങ്ങൾ കൊണ്ടുവന്നതല്ല, UPA കൊണ്ടുവന്നതാണ്. പക്ഷെ ആര് കൊണ്ടുവന്നു, ആരുടെ നിർദ്ദേശം എന്നുള്ളതല്ല. ഇപ്പോൾ വീരപ്പ മൊയ്ലി അധ്യക്ഷനായ രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ നിർദ്ദേശം UPA സർക്കാർ നടപ്പാക്കിയില്ല, അവരത് അംഗീകരിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് റിസർവേഷൻ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് കരാറടിസ്ഥാനത്തുള്ള നിയമനമാണ്, 2 റിസർവേഷൻ പൂർണ്ണമായി ഇല്ലാതാക്കുന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇതേ സമയത്ത് തന്നെയാണ്, ഈ വിജ്ഞാപനം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധിയല്ല, ഒരു നിരീക്ഷണം, അതിന് വിധി എന്ന് പറയാൻ പറ്റില്ല. അതായത് SC/ST സംവരണത്തിലും ക്രീമി ലെയർ നടപ്പാക്കണം. അതായത് ഭരണഘടനാപരമായ സംവരണമാണ്. ഇപ്പോൾ OBCയിൽ നിലവിൽ തന്നെ ക്രീമി ലെയർ സിസ്റ്റം ഉണ്ട്. അത് എങ്ങോട്ട് കൊണ്ടുവരണം? SC/STയിലേക്ക് കൊണ്ടുവരണം. അതിന് സുപ്രീം കോടതി പറയുന്ന ന്യായം, സംവരണത്തിൻ്റെ ആനുകൂല്യം
കുറച്ച് ആളുകൾക്ക് മാത്രം, അതായത് ആ സംവരണ സമുദായത്തിലെ സമ്പന്നർക്ക് മാത്രം ലഭിക്കുന്നു, മറ്റുള്ളവർ തഴയപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പറയുന്ന കാര്യം തീരെ ദരിദ്രരായിട്ടുള്ള അതിപിന്നോക്കാവസ്ഥയുള്ള ആളുകൾക്ക് സംവരണത്തിൻ്റെ ഗുണം ലഭിക്കുന്നില്ല, അതുകൊണ്ട് ക്രീമിയർ നടപ്പാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംവരണത്തെ എന്താണ്, ദാരിദ്ര്യം, സാമ്പത്തികാവസ്ഥ എന്നിവയുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് തന്നെ സംവരണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആരൊക്കെ ബാധിക്കുന്നുണ്ടോ, അങ്ങനെ ബാധിക്കുന്ന പലരുണ്ട്. അത് സാമ്പത്തിക സംവരണവാദികൾ മുതൽ ക്രീമിലെയർ വാദികൾ മുതൽ അങ്ങനെ പലരുണ്ട്. അപ്പോൾ സമ്പത്തും സാമൂഹിക പദവിയും തമ്മിലുള്ളൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രശ്നം. സംവരണം എന്തുകൊണ്ട് അനിവാര്യമാകുന്നു, അതിലേക്ക് സാമ്പത്തിക മാനദണ്ഡം കൊണ്ടുവരുന്നതിൻ്റെ പറയേണ്ട കാരണം, ഒരു സംവരണ സമുദായത്തിൽ ജനിച്ച ആൾ, അയാൾക്ക് ഇനി എത്ര പണം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ചില പദവികളിൽ എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് സംവരണം ഏർപ്പെടുന്നത്. അയാളിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഞാൻ മുമ്പ് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. പൂയംകുട്ടിയിലെ ഒരു ആദിവാസി കോളനിയിൽ അതിസമ്പന്നനായ ഒരു ആദിവാസിയുണ്ട്. അയാൾക്ക് സ്വന്തമായി കുരുമുളക് കൃഷിയുണ്ട്, സ്വന്തമായി ജീപ്പുണ്ട്, അയാൾ സ്വർണ്ണ മാല ധരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്നോട് നേരിട്ട് ചോദിച്ചതാണ്, അപ്പോൾ നിങ്ങൾ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയാം, ഞാനെന്ത് അടിപൊളിയായിട്ട് എന്താ കാര്യം, ഇവിടുത്തെ MLA യേക്കാൾ കൂടുതൽ സമ്പന്നനാണ് ഞാൻ, എനിക്ക് ഇവിടുത്തെ MLA ആകാൻ പറ്റുമോ? ഇല്ല. അയാളുടെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാൽ അയാൾക്ക് ആ നിയോജകമണ്ഡലത്തിൽ MLA ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സംവരണം വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ അതിനെതിരെ ഇന്ന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഈ ക്രീമിലെയർ വാദത്തിനെതിരെ. അപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ അത് വലിയ തോതിലൊരു ഭാരത് ബന്ദ് മാതിരി ജനജീവിതം നിശ്ചലമാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മധ്യപ്രദേശ്, UP, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലെ ഈ ഗോത്രമേഖലകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന SC ST ജനവിഭാഗങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന്. അത് ഇപ്പോൾ മീഡിയ അത് കവർ ചെയ്യുന്നുണ്ടോ ഒന്നുള്ളതല്ല പ്രശ്നം. വലിയ പ്രൊട്ടസ്റ്റുകൾ, വലിയ റാലികൾ നടക്കുന്നുണ്ട്. മീഡിയയിൽ അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത്തരം മേഖലകളിൽ റാലി നടക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പല രാഷ്ട്രീയ കക്ഷികളും ഈ ഭാരത് ബന്ദിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം സമൂഹത്തിൽ ഉയരുന്നു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, NDA മുന്നണിയിലെ ചില ഘടകകക്ഷികൾ ഇതിനോട് അതിശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വട്ടം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും ഏത് നിയമവും പാർലമെൻറ്റിൽ ചർച്ച പോലും ചെയ്യാതെ നടപ്പാക്കിക്കൊണ്ടിരുന്ന, ഏത് നയവും ബുൾഡോസർ ഉപയോഗിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു സർക്കാർ ഇപ്പോൾ എന്താണ്, ഈ പ്രതിപക്ഷത്തിൻ്റെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ സ്വന്തം മുന്നണിയിലെ ആളുകളുടെ വാക്ക് കേട്ടോ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തതുപോലെ പഴയ 1ഉം 2ഉം മോദി സർക്കാരല്ല ഇത് മോദി സർക്കാരേ അല്ല, ഇത് NDA സർക്കാരാണ്. NDA സർക്കാരിന് കുറേ കൂടി ജനാധിപത്യപരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണെന്ന് നമ്മൾ കണ്ടത്. സർക്കാർ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചുള്ളൂ, നേരത്തെ ആണെങ്കിൽ ഒരു ട്രസ്റ്റ് അങ്ങ് തീരുമാനം എടുക്കുന്നു, അതായത് ഈ ട്രസ്റ്റിലാരാ അപ്പം നമ്പരും പെങ്ങൾ സുഭദ്രയും, അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ അങ്ങനെ പറ്റില്ല. ഇപ്പോൾ ചിരാഗ് പാസ്വാൻ തന്നെ പരസ്യമായിട്ട് പ്രതിഷേധം അറിയിച്ചു, JDU പ്രതിഷേധം അറിയിക്കുന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷം ഉണ്ട്, ഒപ്പം തന്നെ സഖ്യകക്ഷി ആയതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഒരു ജനാധിപത്യ സ്വഭാവം തീരുമാനങ്ങൾക്കുണ്ടാകണമെന്നുള്ളൊരു ഫീല് ഈ സംഭവങ്ങളൊക്കെ ഈ യൂട്ടേണിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? യൂട്ടേൺ, ജനാധിപത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചു തരികയാണ്. ഇതിൽ അങ്ങനത്തെ ഏർപ്പാടുകളൊന്നുമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഇത് ഓൺലി മാറ്റർ ഓഫ് ടൈം, സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. ഈ നടക്കാനിരിക്കുന്ന 3-4 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്നാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വരെ മാത്രം മാറ്റിവെക്കുന്ന ഒരു ഏർപ്പാട്, മാറ്റിവെക്കുക മാത്രമാണ്. ഇത് യൂട്ടേൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, മാറ്റിവെക്കുക മാത്രം. കാരണം ഇത് മാറ്റിവെക്കണം അല്ലെങ്കിൽ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് PSCക്ക് കത്ത് കൊടുത്ത മന്ത്രിയുടെ കത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ലാറ്ററൽ എൻട്രിയുടെ നടപടിക്രമങ്ങൾ പോലും പിന്നെ സാമൂഹ്യ നീതിയുടെയും സംവരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നതുകൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുനഃപരിശോധിച്ചിട്ട് വേണ്ട പരിഷ്കാരങ്ങൾ വരുത്തി കൊണ്ടുവരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നുവെച്ചാൽ രേഖാപരമായിട്ട് തന്നെ ഇത് കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് നീട്ടിവെക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ പറഞ്ഞതുപോലെ ഈ നരേന്ദ്രമോദിയുടെ ബലം കുറഞ്ഞു എന്നും അതിനാനുപാതികമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ രാഹുൽ ഗാന്ധിയുടെയും കാർഗെയുടെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇത് കൂടിയെന്നും അവർക്കും നമുക്കും വേണമെങ്കിൽ വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിച്ചിട്ട് നമുക്കൊരു ആശ്വാസം കിട്ടിയെങ്കിൽ നമുക്കും വിശ്വസിക്കാം, അങ്ങനെ വിശ്വസിച്ചിട്ട് അവർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കും വിശ്വസിക്കാം. അതേപോലെ തന്നെ തങ്ങൾ ഈ മുന്നണിയിൽ ശക്തരാണ് എന്ന് ചിരാഗ് പാസ്വാനും നിതീഷ് കുമാറിനും വിശ്വസിക്കണമെങ്കിൽ അവർക്കും വിശ്വസിക്കാം. അത് ഏതാനും കുറച്ച് മാസങ്ങൾ മാത്രം അങ്ങനെ വിശ്വസിക്കാം. അത് കഴിഞ്ഞാൽ ഇപ്പം ഈ 3 തെരഞ്ഞെടുപ്പുകളല്ല, അതിനുശേഷം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിർബന്ധമായി ഇത് നടത്തിയിരിക്കും. കാരണം ഇതിൻ്റെ ആവശ്യം ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് പ്രശ്നം. അത് അതിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു. കാരണം ഒരു 3-4 ആഴ്ച മുമ്പാണ് ഈ ഗവൺമെൻറ് ആദ്യമായിട്ട്
ഇപ്പം ഇത്രയും കാലം ഈ ഒന്നാം ഗവൺമെൻറ് അല്ല, രണ്ടാം ഗവൺമെൻറ് അല്ല, മൂന്നാം മോദി ഗവൺമെൻറ് തന്നെ ആദ്യമായിട്ട് RSSകാരെ കേന്ദ്ര സർവീസിൽ എടുക്കാമെന്ന്, സർക്കാർ സർവീസിൽ RSSകാരെ എടുക്കാമെന്ന് പിന്നെ നിബന്ധന നിയമം എന്നൊന്നുമല്ല, അവരത് തീരുമാനിച്ചു. ആ തീരുമാനം അവർ പിന്നെ രേഖയാക്കുകയും നടപ്പാക്കുകയും ചെയ്തു. അതിൻ്റെ പിന്നാലെയാണ് ഇത് വരുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാൻ വന്നത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇവരെടുക്കുന്നത് പിന്നെ നമ്മൾ എന്താണ് പിന്നെ കരാറടിസ്ഥാനത്തിലാണെങ്കിലും എടുക്കുന്നത് സർക്കാർ ജീവനക്കാരായിട്ട് തന്നെയാണല്ലോ. അപ്പം ഇത് RSSകാരെ നേരിട്ട് ഉന്നത നിയമങ്ങൾ, ഇപ്പം ചില വകുപ്പുകളിലൊക്കെ മന്ത്രിമാരുണ്ടാവും. ഇപ്പം നമ്മളുടെ ഇവിടുന്ന് പോയ പിന്നെ സുരേഷ് ഗോപിയെ പോലത്തെ മന്ത്രിമാരുണ്ടാവും, അല്ലെങ്കിൽ ഈ ചിരാഗ് പാസ്വാനെ പോലത്തെ ഇത്തരം ആളുകളുടെ മന്ത്രിമാരുണ്ടാവും. പല വകുപ്പുകൾക്കും കൊടുത്ത മന്ത്രിമാരുണ്ടാവും, പല വകുപ്പുകൾക്കും പല പരിഗണനകൾക്കാരണവും കൊടുത്ത വകുപ്പുകളുണ്ടാവും. ആ വകുപ്പുകളിൽ BJPയുടേതല്ലാത്ത മന്ത്രിമാരുണ്ടെങ്കിൽ ആ വകുപ്പുകളിലൊക്കെ നന്നായിട്ട് കാര്യം നടത്തണമെങ്കിൽ നല്ല BJPക്കാരെ RSSകാരെ കൊണ്ടുപോയിട്ട് സെക്രട്ടറിമാരോ ഡയറക്ടർമാരോ ആക്കാൻ പറ്റുവാണെങ്കിൽ അതിനുള്ള വഴിയൊന്നും ഈ സർക്കാർ അടച്ചു കളയുമെന്നോ, ഇവർക്ക് ഇങ്ങനെ ഒരു കുറച്ച് സീറ്റ് കുറഞ്ഞപ്പോഴത്തേക്ക് ജനാധിപത്യം തിരിച്ചു വന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണ്, നടപ്പാക്കുക തന്നെ ചെയ്യും. യെസ്, അപ്പോൾ അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണമായി യു-ടേൺ എന്ന് പറയാൻ പറ്റുന്നില്ല. തെരഞ്ഞെടുപ്പുകളൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്, അതൊക്കെ ആശ്രയിച്ചിരിക്കും മുന്നോട്ടുള്ള തീരുമാനങ്ങൾ.